നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. മറ്റ് വ്യായാമ രീതികളിൽ നിന്നും വ്യത്യസ്തമായി യോഗാമുറകൾ പതിവായി ചെയ്യുന്നത് വഴി ശരീരത്തിനും മനസ്സിനും പ്രത്യേക ഉണർവും ഉത്സാഹവും നൽകും. മനുഷ്യ മനസ്സും ശരീരവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ഉറപ്പാക്കുകയും ആരോഗ്യകരമായി നിലനിർത്തുകയും ചെയ്യുന്ന വ്യായാമ മുറയാണ് യോഗ. ഈ യോഗാ ദിനത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും സംസാരിക്കാം. കോഴിക്കോട് ടൈഗ്രിസ് വാലി ഹോസ്പിറ്റൽ നാച്ചുറോപ്പതി ആൻഡ് യോഗ ഫിസിഷ്യൻ ഡോക്ടർ ജിബിൻ ആൻചാക്കോ ആണ് നമ്മുടെ അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. നമസ്കാരം. എന്താണ് ഈ യോഗാ ദിനത്തിന്റെ പ്രാധാന്യം? നമുക്കത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ ജീവിതശൈലി, അതുപോലെ തന്നെ നിരവധി രോഗങ്ങൾ, അതൊക്കെ കാണപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യോഗയുടെ പ്രാധാന്യം എത്രത്തോളമാണ്? നമുക്ക് ഈ ഒരു യോഗാ ദിനം 2015 തൊട്ടാണ് നമുക്ക് നിയമത്തിൽ വന്നത്, ലോകം അംഗീകരിച്ചു തുടങ്ങിയത്. ശ്രീ നരേന്ദ്രമോദിയുടെ ആഭിമുഖ്യത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. 2015 ടു ഈ ഒരു വർഷമാകുമ്പോൾ 12 years ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, ഇന്റർനാഷണൽ യോഗ ഡേ. അപ്പൊ ഈ ലോകം മൊത്തം അംഗീകരിക്കുന്ന രീതിയിൽ യോഗയുടെ ഗുണങ്ങള് ലോകമെമ്പാടും വ്യാപരിച്ചിരിക്കുകയാണ്. അപ്പോ യോഗ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എത്രമാത്രം ലൈഫിന്റെ ഒരു പാർട്ട് ഓഫ് ദി ലൈഫ് ആണെന്നുള്ളത് നമുക്ക് അതിന്റെ പ്രാധാന്യത്തെ കാണിച്ചു തരുന്ന ഒരു ദിനം, ഒരു ഓർമ്മിപ്പിക്കലും കൂടിയാണ് യോഗ. അഫ്കോഴ്സ് യോഗ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നു, അതൊരു പാർട്ട് ഓഫ് ലൈഫാണ്. എങ്കിലും യോഗയെ, അതിന്റെ ഗുണത്തെ മറ്റ് അറിയാത്ത പലരിലേക്കും എത്തിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് നമുക്ക് ജൂൺ 21 നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡോക്ടർ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വ്യായാമങ്ങൾ നിലവിലുണ്ട്, അതൊക്കെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഈ പുതിയ കാലത്തെ വ്യായാമ രീതികളും ഇപ്പോൾ കാണുന്നുണ്ട്, നമുക്കറിയുന്നത് പോലെ തന്നെ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എങ്ങനെയാണ് യോഗ പ്രാധാന്യമുള്ളതാകുന്നത്? യോഗ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത്, പലരിലും ഉള്ളൊരു മിസ്കൺസെപ്ഷൻ എന്താന്ന് പറഞ്ഞാൽ അതൊരു ജസ്റ്റ് ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമാണെന്നുള്ളതാണ്. പക്ഷെ യോഗയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് വ്യായാമത്തിൽ നിന്ന്, ഇപ്പൊ ജിമ്മോ എയറോബിക്സോ സൂംബ ഇതുപോലുള്ള മറ്റ് വ്യായാമങ്ങളിൽ നിന്ന് യോഗയെ പ്രത്യേകത വരുത്തുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്തിനെയാണ്. പക്ഷെ യോഗയ്ക്കകത്തൊരു വെൽബീയിങ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മാനസികമായിട്ട് നമ്മളിൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുത്തുക, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെയും നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, ഒരു സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യുക. ആ ഒരു രീതിയിൽ നമ്മുടെ ഒരു മെന്റൽ ലെവൽ, നമ്മുടെ ഇമോഷണൽ ലെവലിലേക്ക് നമ്മുടെ ആരോഗ്യത്തെ കൊണ്ടുപോകാൻ യോഗ വഴി സാധിക്കുന്നു. യോഗയുടെ ഒരു മെയിൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ശരീരത്തെ മാത്രം ഫോക്കസ് ചെയ്യല്ല, ബോഡി മൈൻഡ് സോൾ ഈ മൂന്നിനെയും കൂടി കണക്ട് ചെയ്യാനാണ് യോഗ വഴി നമ്മൾ ശ്രമിക്കുന്നത്. മറ്റ് എക്സസൈസുകളിൽ ജസ്റ്റ് ബോഡിയെ മാത്രമാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ മൈൻഡിലേക്കൊക്കെ ഫോക്കസിങ് വരുന്നുണ്ട്, എങ്കിലും നമുക്കൊരു മൈൻഡ് ഉണ്ട്, അത് കൂടാതെ നമുക്കൊരു സോളും ഉണ്ട്. ഇതിനെ മൂന്നിനെയും ബാലൻസ് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു വെൽബീയിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പൊ അവിടെ തന്നെയാണ് യോഗയുടെ ഒരു പ്രത്യേകതയും വരുന്നത്. നമുക്ക് ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. ഈ യോഗ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? യോഗ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ യോഗ ക്യാൻ ബി ടേക്കൺ ആസ് എ പ്രിവെന്റീവ് മെഷർ. ഇപ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഒരുപാട് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ക്യാൻസർ പോലുള്ള ഒരു അസുഖത്തെ വരെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് യോഗ വഴി സാധിക്കും. അതിന്റെ ഒരു സയന്റിഫിക് എവിഡൻസ് എന്ന് പറഞ്ഞാൽ യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനും, നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാനും, അതുവഴി നമ്മുടെ ശരീരത്തിന്റെ ആന്റി ഓക്സിഡന്റ് പ്രൊഡക്ഷനെ കൂട്ടാനും, അതുപോലെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളെ വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി എൻഹാൻസ്മെന്റ് കൊണ്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഒരു പ്രിവെന്റീവ് മെഷർ തൊട്ട് ഒരു ക്യൂറേറ്റീവ് ലെവലിൽ വരെ നമുക്ക് യോഗയെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ സ്കൂളുകളിൽ ഉൾപ്പെടെയൊക്കെ ഇപ്പോൾ ഒരു യോഗ അഭ്യസിക്കുന്നുണ്ടല്ലോ. യോഗ, അപ്പോൾ ഈ യോഗ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു പ്രായം പറയാനുണ്ടോ? അല്ലെങ്കിൽ എത്ര പ്രായം വരെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? യോഗ ഒരാളുടെ മെച്യൂരിറ്റി ലെവൽ അനുസരിച്ചിരിക്കും. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അവരുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ പറയുന്ന ഇൻസ്ട്രക്ടറിന്റെ കാര്യങ്ങളെ ഫോളോ ചെയ്യാൻ, ആ ഇൻസ്ട്രക്ഷൻസിനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് പഠിക്കുന്ന ആൾ റെഡി ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏത് ഏജിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. എങ്കിലും ഒരു 8 years ആണ് ഒരു കുട്ടി നമ്മൾ പറയുന്നതൊക്കെ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പാകത്തിനാവുന്നത്. ഒരു 8 years തൊട്ട് നമുക്ക് കൂട്ടുകയാണെങ്കിൽ
അതായിരിക്കും ഒരുപക്ഷെ ഒരു നല്ല ഏജ് പറയാൻ പറ്റുന്നത്. അതിന് മുമ്പേ വളരെ മെച്യൂർഡായിട്ടൊക്കെ ആക്ട് ചെയ്യുന്ന ഒരു കുട്ടികളാണെങ്കിൽ അവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല. യോഗ ക്യാൻ ബി പ്രാക്ടീസ്ഡ് അറ്റ് എനി ഏജ്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ യോഗയുടെ തീം പോലും യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്ന് തന്നെയാണ്. അപ്പോൾ ഓരോ ഏജിലും യോഗയ്ക്ക് വരുന്ന പ്രാധാന്യത്തെ കാണിച്ചുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ ഒരു തീം പോലും ഈ വർഷം ഇടാൻ കാരണമായിരിക്കുന്നത്. ഈ നല്ല ആരോഗ്യത്തിന് മാത്രമല്ല, ഈ പല അസുഖങ്ങൾക്കും ഒരു ചികിത്സ പോലെ യോഗ ചെയ്യുമല്ലോ. ഈ പ്രത്യേകിച്ച് തലവേദന പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ, മൈഗ്രെയിൻ പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ യോഗ ഒരു നല്ലൊരു മരുന്നാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെ അസുഖങ്ങൾക്കാണ് യോഗ ഒരു മരുന്നായിട്ട് മാറുന്നത്? അതുപോലെ തന്നെ ഈ തെറാപ്പി രീതിയിൽ നോക്കുമ്പോൾ യോഗ ഏതൊക്കെ രീതിയിലാണുള്ളത്? അതെ, ഇപ്പോ പറഞ്ഞതിനെ നമുക്കൊരു തെറാപ്പറ്റിക് യോഗ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് വിഭാഗം തന്നെയാണ്. അപ്പൊ തെറാപ്പറ്റിക് യോഗ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഓരോന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡയബറ്റീസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് യോഗ ഫോർ ഡയബറ്റീസ് ഉണ്ട്. അപ്പൊ അവിടെ ആ ഡയബറ്റീസ് ഉള്ള ആള് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില ആസനകളുണ്ട്. അത് അദ്ദേഹത്തിന്റെ പാൻക്രിയാസിനെ കൂടുതൽ, നമുക്കറിയാം ഡയബറ്റീസ് പാൻക്രിയാസ് റിലേറ്റഡ് ആണ്. അപ്പൊ ആ പാൻക്രിയാസിലേക്കുള്ള ബ്ലഡിന്റെ സർക്കുലേഷനെ കൂട്ടുവാനും അതിന്റെ ആ ഒരു പ്രവർത്തനത്തെ ഊർജിതമാക്കാനൊക്കെ സഹായിക്കുന്ന ആസനകളുണ്ട്. അപ്പൊ അത് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട്, അതിനെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് യോഗ ഫോർ ഡയബറ്റീസ് നമ്മൾ പറയും. അതുപോലെ തന്നെ യോഗ ഫോർ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഡൈനാമിക് യോഗാസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഡൈനാമിക് ആയിട്ടുള്ള പവർഫുൾ യോഗയിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓരോ ഡിസീസ് ഓറിയന്റഡ് ആയിട്ട് ഈ പറയുന്ന പോലെ യോഗ ഫോർ മൈഗ്രെയിൻ ഉണ്ട്, യോഗ ഫോർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസിന് വേണ്ടി മാത്രം, GI ഇഷ്യൂസ് ഉള്ളവർക്ക് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന യോഗാസ് ഉണ്ട്. അതുകൂടാതെ മസ്കുലോസ്കെലിറ്റൽ ആർത്രൈറ്റിസ് പോലുള്ള പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന യോഗയുണ്ട്. യോഗ ഫോർ ബാക്ക് പെയിൻ ഉണ്ട്. അപ്പൊ ഓരോന്നിനെയും ഡിസീസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള യോഗ ആസനകളെല്ലാം ചെയ്ത് അതിന്റെ കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത് ഒഴിവാക്കി നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ തെറാപ്പറ്റിക് വേയിൽ യോഗ നല്ല രീതിയിൽ ഒരു റിസൾട്ട് അവർക്ക് കൊടുക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇനി ഇത് ചെയ്യുന്നതിൻ്റെ സമയത്തെക്കുറിച്ചാണ് എനിക്ക് സംശയമുള്ളത്. കാരണം ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ രാവിലെ എണീറ്റ് അവരുടെ ഒരു അങ്ങനെ ഒരു രീതിയായിട്ട് ചെയ്യാറുണ്ട്. രാവിലെ എണീറ്റ ഉടനെ യോഗ ചെയ്യുന്നു, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു സമയമുണ്ടോ, അല്ലെങ്കിൽ ഇത് എത്ര ദിവസം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു കണക്കൊക്കെ ഈ യോഗയ്ക്കുണ്ടോ? യോഗ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എല്ലാം ഒരു ഫ്രഷ് സ്റ്റാർട്ടപ്പോടെ ചെയ്യുന്നതാണല്ലോ നമ്മുടെ ഒരു ദിവസത്തിന്റെ ആരംഭത്തിനെ ഏറ്റവും എനർജറ്റിക് ആക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും രാവിലെ തന്നെ എണീക്കുന്ന ഉടനെ തന്നെ ഫ്രഷായി വെറും വയറ്റില് ഒരു ഫ്രഷ് എൻവയറമെന്റിൽ, നല്ല വെന്റിലേഷൻ ഒക്കെ ഉള്ള ഒരു ഓപ്പൺ എയറിൽ നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചാൽ അത് നമ്മുടെ പോസിറ്റിവിറ്റിയെ കൂട്ടുകയും നമ്മുടെ എനർജി ലെവലിനെ കൂട്ടുകയും മൊത്തത്തിൽ നമ്മുടെ അന്നത്തെ ഡേ നല്ല രീതിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്ത് ആക്റ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ യോഗ ഇൻ ദ ഏർലി മോർണിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ കാരണം നമ്മൾ യോഗ ഈവനിങ് ചെയ്യുന്നത് കൊണ്ടും തെറ്റില്ല. യോഗ ക്യാൻ ബി ഡൺ അറ്റ് എനി ടൈം അൺലെസ് അൺടിൽ നിങ്ങളുടെ സ്റ്റൊമക്കിൽ ഒരു 3 അവേഴ്സോളം ഉള്ള ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. വയറ് എംറ്റി ആയിരിക്കണം, ഫുള്ളായിട്ട് ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. പിന്നെ മനസ്സിലാക്കേണ്ടത് യോഗ എന്ന് പറയുന്നത് ജസ്റ്റ് ഫിസിക്കൽ പോസ്റ്റേഴ്സ് മാത്രമല്ല വരുന്നത്. അതിനകത്ത് മെഡിറ്റേഷൻ വരുന്നുണ്ട്, പ്രാണായാമാസ്, ബ്രീത്തിങ് എക്സസൈസുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന പ്രാണായാമാസും മെഡിറ്റേഷനും ഒക്കെ നമുക്ക് ഡേ ടൈമിലാണെങ്കിലും, ഇപ്പൊ വൺസ് നിങ്ങൾ വല്ലാണ്ട് സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത്, വല്ലാത്തൊരു പാനിക് ആയിട്ടുള്ളൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് യു ക്യാൻ ഡു ദ പ്രാക്ടീസ്. അതപ്പോൾ ഏത് ടൈമിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഉറക്കത്തിന്റെ പ്രശ്നമുള്ളവർക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ചില പ്രാണായാമാസും പ്രത്യേകം ബ്രീത്തിങ് എക്സസൈസുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി അവർക്ക് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കാറുണ്ട്. ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ഡോക്ടർ, അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാൻ ചോദിക്കുകയാണ്, ഈ യോഗ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? യോഗ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്, യോഗ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അതൊരു ഇൻസ്ട്രക്ടറിന്റെ കീഴിൽ അതൊരു ബിഗിനർ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചില ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ചില യോഗയെ പറ്റി വരുന്ന ഒരു മിസ്കൺസെപ്റ്റ്സ് എന്താന്ന് പറഞ്ഞാൽ, ചിലർക്ക് നടുവേദന കൂടി എന്ന് പറയുന്ന കേൾക്കാം, അല്ലെങ്കിൽ
അവർക്ക് എന്താണ് അവിടെ ഇവിടെ വേദനകൾ വരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് പരാതിയായിട്ട് കേൾക്കാറുണ്ട്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ടർ ഇല്ലാതെ അവർ യോഗ പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളൊരു നല്ല ഇൻസ്ട്രക്ടറിന്റെ കീഴിൽ മാത്രം എപ്പോഴും യോഗ ആസ് എ ബിഗിനർ സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് തലത്തിലാണെങ്കിലും എല്ലാ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലാണെങ്കിലും ഗവൺമെന്റ് ഹോമിയോപ്പതി ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മൾ ഒരു യോഗ ഇൻസ്ട്രക്ടറിനെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ബാച്ചിലർ ഡിഗ്രീസ് ഉള്ള അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടേഴ്സിനെയൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കറിയാം കൃത്യമായിട്ട് എങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്ത് ആ യോഗ ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നുള്ളത്. പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് യോഗ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല വെന്റിലേഷൻ ഒക്കെ ഉള്ള ഒരു ഓപ്പൺ എയർ ആയിട്ടുള്ള സ്ഥലത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിന്റെ ഒരു ഡ്രസ്സിംഗ് കോഡ് എന്ന് പറയുന്നത് ഒരുപാട് ടൈറ്റും ഒരുപാട് ലൂസും ആവാത്ത മീഡിയം രീതിയിലുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ, പ്രിഫറബിളി കോട്ടൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുക എന്നുള്ളതാണ് വരുന്നത്. കൂടാതെ യോഗ മാറ്റ് നിർബന്ധമായിട്ടും യൂസ് ചെയ്യുക. ഇതെല്ലാമാണ് നമ്മൾ പ്രത്യേകം പറയുന്നത്. പിന്നെ നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പീരിയഡ്സ് ഉള്ള ടൈമിൽ യോഗ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കൂടാതെ നിങ്ങൾ ഒരുപാട് വീക്കായിട്ടുള്ള സമയങ്ങളിലൊന്നും ചെയ്യാതിരിക്കുക. അല്ലാത്ത പക്ഷം യോഗ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ആ രണ്ട് കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. അതായത് നേരത്തെ പറഞ്ഞല്ലോ ഈ ഭക്ഷണം വയറൊഴിഞ്ഞടക്കണ സമയത്ത് വേണമെന്നുള്ള പറഞ്ഞു. അപ്പോൾ ഈ ഭക്ഷണത്തിന് ശേഷം എത്ര സമയം കഴിഞ്ഞ് വേണം യോഗ ചെയ്യാനായിട്ട്? അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. നേരെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പീരിയഡ്സ് സമയത്ത് യോഗ ചെയ്യരുത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു കാരണം എന്താണ്? ഭക്ഷണം നമുക്കൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 hour കഴിഞ്ഞാണ് യോഗ പ്രാക്ടീസിന് ശേഷം ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും നല്ലത്. കൂടാതെ പീരിയഡ്സിന്റെ ടൈമിൽ നമ്മൾ യോഗ ഒഴിവാക്കാൻ, പ്രത്യേകിച്ച് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേയ്സിൽ ഒഴിവാക്കണം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പല ആസനകളും ഒരു യൂട്രൈൻ കോൺട്രാക്ഷൻ വരുത്താം. അതുവഴി ബ്ലീഡിങ് ചിലപ്പോൾ കുറച്ച് അമിതമാകാം. സോ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷെ പീരിയഡ്സ് ഉള്ളപ്പോൾ ചെയ്യുന്നവരും ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് ബോഡി. പൊതുവെ നമ്മളത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അവിടെ ആ ഒരു അബ്ഡോമിനൽ ഏരിയയ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഗർഭകാലത്ത് യോഗ ചെയ്യുന്നത് ഗുണകരമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ഗുണകരമാണ്? എനിക്ക് തോന്നുന്നു ഈ ആശുപത്രികളിലൊക്കെ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി. തീർച്ചയായിട്ടും ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നമുക്കറിയാം ഹോർമോണൽ ചേഞ്ചസ് ഒരുപാട് വരുന്ന ഒരു സമയമാണ്. ബോഡി തന്നെ വേറൊരു ജീവനെ ക്യാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല, വേറൊരാളും കൂടിയാണ്. വേറൊരു ജീവനെയും കൂടി നമ്മൾ ക്യാരി ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ വളരെയധികം ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ ആ ചേഞ്ചസിനെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ യോഗയിൽ പ്രത്യേകം സ്ത്രീകൾ പ്രാക്ടീസ് ചെയ്യേണ്ട ബ്രീത്തിങ് എക്സസൈസുകളും പ്രാണായാമാസും കൂടാതെ ആസനകളും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പ്രഗ്നൻസിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന പല യോഗ ആസനകൾ വഴി നമ്മുടെ ഒരു നാച്ചുറൽ ഡെലിവറിക്ക് സഹായിക്കാവുന്ന രീതിയിലുള്ള ആസനകളും വരുന്നുണ്ട്. സോ നല്ലൊരു ഇൻസ്ട്രക്ടറിന്റെ കീഴിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈവൻ നാച്ചുറൽ ഡെലിവറിക്ക് വരെ സഹായിക്കുന്ന രീതിയിൽ യോഗ ഫലപ്രദമാവാറുണ്ട്. ഈ നടുവേദന ഉള്ളവരൊക്കെ യോഗ ചെയ്യുമ്പോൾ അതെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അല്ലെങ്കിൽ അവർ പരിശീലനത്തിന് പോകുമ്പോൾ പോലും എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ കണ്ടീഷൻ എന്താന്നുള്ളത് അവർ ഫസ്റ്റ് ഡയഗ്നൈസ് ചെയ്തിട്ട് തന്നെ ഡോക്ടറിന്റെ ഒരു കീഴിൽ എന്താണ് അവരുടെ ബാക്ക് പെയിൻ ഇഷ്യൂ എന്നുള്ളത് ഒരു MRI സ്കാനിലൂടെയോ എന്തെങ്കിലും ടെസ്റ്റിലൂടെ അവരത് കൺഫേം ചെയ്തിട്ട് മാത്രം യോഗയിലേക്ക് വരിക. അതിനകത്ത് വൺസ് അത് ഡയഗ്നൈസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവര് അവോയ്ഡ് ചെയ്യേണ്ട ചില ആസനകൾ ഉണ്ടാവും. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കി മറ്റ് അവർ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ബോഡി പാർട്സിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആസനകളും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ചെറിയ രീതിയിൽ ബോഡിയിൽ ചേഞ്ചസ് വരുത്തി അവർക്ക് ഗ്രാജുവലി ഒരു ബാക്ക് ടു നോർമൽ ആവാൻ സാധിക്കും. ബട്ട് ഇറ്റ് ടേക്സ് ടൈം. പക്ഷെ ക്ഷമയോടെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ പെയിൻ മാനേജ്മെന്റും കാര്യങ്ങളും എല്ലാം അവർക്ക് ഡിഫറൻസ് കാണാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഈ യോഗ ചെയ്യുമ്പോൾ അതായത് ഈ രാവിലെ അല്ലെങ്കിൽ ഡോക്ടർ നേരത്തെ പോലെ തന്നെ വൈകിട്ടായാലും ഒക്കെ അത് നമ്മുടെ ടൈം അനുസരിച്ച് തന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് സമയമുണ്ടോ? എത്ര മണിക്കൂർ ചെയ്യണം? അല്ലെങ്കിൽ ഏതൊക്കെ യോഗ മുറകൾ എല്ലാ ദിവസവും ചെയ്തിരിക്കണം, അങ്ങനെ പറയാനുണ്ടോ? നമുക്ക് ജനറലായിട്ട് എന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജനറൽ ആസനാസ് ഉണ്ട്. അത് എപ്പോഴും പാർട്ട് ഓഫ് ദ റുട്ടീൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്നും ചെയ്യാവുന്നതാണ്.
കൂടാതെ ഇത് ഒരു 40 minutes to 1 hour ആ ഒരു രീതിയിലാണ് യോഗ പ്രാക്ടീസ് ചെയ്യാറ്. അതിനകത്ത് തന്നെ നമുക്ക് യോഗ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ആസനകളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ ബോഡിക്ക് ഒരു ലൂസനിങ്, ഒരു വാർമിംഗ് അപ്പ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ യോഗ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വാർമിംഗ് അപ്പ് കൊടുക്കും. എന്ന് വെച്ചാൽ ലൂസനിങ് എക്സസൈസ്, നമ്മുടെ നെക്ക് തൊട്ട് ടോസ് വരെ നമ്മളൊന്ന് വാർമഡ് അപ്പ് ആക്കും. ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് വർദ്ധിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആസന അല്ലെങ്കിൽ പോസ്ചർ പ്രാക്ടീസിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഒരു 10 to 15 minutes നമ്മൾ ലൂസനിങ് എക്സസൈസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു 1/2 hour നമ്മൾ ഈ ആസന പോസ്ചർ പ്രാക്ടീസുകൾ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് കുറച്ച് മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസും റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ കൂടി ചെയ്യുമ്പോൾ അതും ഒരു 15 to 20 minutes എടുത്ത് ഓവറോൾ ഒരു 1 hour ആണ് എപ്പോഴും യോഗയ്ക്ക് ഒരു ഐഡിയൽ ടൈം ആയിട്ട് നമ്മൾ പറയാറ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ യോഗ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ യൂട്യൂബ് നോക്കിയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പ്രത്യേകിച്ച് അങ്ങനെ ട്രെയിനറിൻ്റെ കീഴിൽ പോകാതെ തന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യത്തിനൊക്കെ യൂട്യൂബിൽ ഇതുപോലെ ഒരുപാട് ചാനലുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കി ചെയ്യുന്ന ആളുകളും ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എങ്ങനെയാണ്? ഈ ട്രെയിനറിൻ്റെ കീഴിൽ പോയി പഠിക്കുന്നതും അതുപോലെ തന്നെ യൂട്യൂബ് നോക്കിയൊക്കെ ചെയ്യുന്നതും ഒരേപോലെയാണോ ഫലം കിട്ടുന്നത്? ഒരിക്കലും ഇല്ല. ഇനിഷ്യലി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻസ്ട്രക്ടറിന്റെ കീഴിൽ തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അത് കറക്റ്റ് ചെയ്യപ്പെടും. നമ്മൾ യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആവണമെന്നില്ല. നമ്മളെ ഒബ്സർവ് ചെയ്യാൻ ആരുമില്ല. ഇവിടെ ഒരു പണ്ട് കാലങ്ങളിൽ ഗുരു ശിഷ്യൻ ബന്ധം പറയുന്നത് പോലെ യോഗ എപ്പോഴും ഒരു ഗുരുവിന്റെ കീഴിൽ തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും മാതൃകാപരം. അപ്പോൾ അവിടെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മുടെ ബ്രീത്തിങ് പോലും യോഗയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഓരോ പോസ്റ്ററിലും ബ്രീത്തിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കുനിഞ്ഞിട്ട് നമ്മൾ എണീക്കുന്ന സമയത്ത് ബ്രീത്ത് ഇന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂട്യൂബിലെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിത് അവർ ചെയ്യുന്നത് പോലെ ചെയ്യുന്നുണ്ടെങ്കിലും ബ്രീത്തിങ് ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. അപ്പം നമ്മുടെ ബാക്ക് പൊസിഷൻ ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ ഇതെല്ലാം നേരിട്ട് കണ്ട് നമ്മളെ കറക്റ്റ് ചെയ്യാൻ ഒരു ആളുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിഷ്യലി നമുക്ക് യോഗയിൽ ഒരു ഐഡിയ കിട്ടുകയും നമ്മൾ കുറച്ച് എക്സ്പേർട്ട് ആവുകയും ലേറ്റർ സ്റ്റേജസിൽ നമുക്ക് യൂട്യൂബിന്റെ റെഫറൻസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതായിരിക്കും. പക്ഷെ ബിഗിനിങ് സ്റ്റേജ്, ഒരു ബിഗിനേഴ്സ് യോഗ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് അണ്ടർ എ ഗൈഡൻസ്. അതാണ്. ഇപ്പൊ ഇനി അവസാനമായിട്ട് ഈ ഒരു ദിവസം യോഗാ ദിനത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ് ഡോക്ടറിന്? യോഗ ഡേയിൽ പറയാനുള്ളത് എല്ലാവരും യോഗ എന്താന്നുള്ളത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ലോകം മൊത്തം അംഗീകരിക്കുന്ന രീതിയിൽ യോഗ വളർന്നിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും യോഗ ഒരു കമ്പാനിയനാണ്. നമ്മുടെ ലൈഫ് റുട്ടീനിലെ ഒരു പാർട്ട് ഓഫ് ദ ലൈഫ് ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് യോഗ. അത് എക്സസൈസ് അല്ല, അതിൽ ഒരു മതേതരത്വവും വരുന്നില്ല. ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയാണ് യോഗയ്ക്ക് ഉള്ളത് എന്നുള്ളത് ഇന്ത്യൻസായ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മറിച്ച് യോഗ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, നമ്മളെ മെന്റലിയും ഫിസിക്കലിയും ഇമോഷണലിയും സ്പിരിച്വലിയും ഒക്കെ നമ്മളെ ഒരു വെൽ ബീയിങ്ങിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ക്രിയയാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. എവറിബഡി പ്ലീസ് എക്സ്പീരിയൻസ് യോഗ, മേക്ക് ഇറ്റ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ് ആൻഡ് ഗെറ്റ് ദ ബെനിഫിറ്റ്സ്. അതാണ് ഈ ഒരു യോഗാ ദിനത്തിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഗുണങ്ങളെക്കുറിച്ചുമാണ് നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നത്. കോഴിക്കോട് ടൈഗ്രീസ് വാലി ഹോസ്പിറ്റൽ നാച്ചുറോപ്പതി ആൻഡ് യോഗ ഫിസിഷ്യനായിട്ടുള്ള ഡോക്ടർ ജിബിൻ ആൻചാക്ക് വേണം നമ്മുടെ ഈ സംശയങ്ങൾക്കൊക്കെ മറുപടി തന്നത്. ഡോക്ടർ വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. താങ്ക് യു. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.